കള്ളം പറയുന്നതിൻ്റെ ആശാനായിരുന്ന ജവഹർലാൽ നെഹ്റു, കള്ളം പറയുന്നതിൻ്റെ മൊത്തക്കച്ചവടം ഏറ്റെടുത്തിരുന്ന ഇന്ദിരാഗാന്ധി, കള്ളം പറഞ്ഞു മാത്രം, കള്ളം കാണിച്ചു മാത്രം അധികാരത്തിൽ നിലനിരുന്ന രാജീവും രാജീവിൻ്റെ ഭാര്യ സോണിയയും എല്ലാം അടങ്ങുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കള്ളം പറയുന്നു എന്ന് പറയുമ്പം അതിനെ അവജ്ഞയോടെ തള്ളിക്കളയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്. രണ്ട്, മണിശങ്കർ അയ്യരെ കോൺഗ്രസിനകത്ത് വക്താവല്ല, പുറത്താക്കിയെന്നൊന്നും പറഞ്ഞിട്ടില്ല, വക്താവല്ല എന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം വേറെ ഒന്നാണ്. ഈ മണിശങ്കർ അയ്യരെ കോൺഗ്രസിനകത്തേക്ക് എടുത്തത് എന്തിനാണ്? ഞാൻ 2-3 കാര്യങ്ങൾ ചോദിക്കാം. 1962 ഭാരതവും ചൈനയും കൂടെ യുദ്ധം ചെയ്തപ്പം ആ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനോട് സഹകരിക്കാൻ വേണ്ടി ഭാരതം മുഴുവൻ ഒന്നായി നിന്നപ്പം അന്ന് കേംബ്രിഡ്ജിലെ വിദ്യാർത്ഥിയായിരുന്ന മണിശങ്കർ അയ്യര് യുദ്ധസഹായ ഫണ്ട് പിരിച്ചു. ആ ഫണ്ട് അയച്ചു കൊടുത്ത എങ്ങോട്ടെന്നറിയാമോ? ചൈനയ്ക്ക്. ഇന്ത്യയെ ആക്രമിക്കുന്ന ചൈനയ്ക്ക് യുദ്ധ ഫണ്ട് പിരിച്ച് അയച്ചു കൊടുത്ത മണിശങ്കർ അയ്യരെ കോൺഗ്രസിനകത്ത് കയറ്റിയത് എന്തിനാണെന്ന് ആലോചിക്കൂ. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ചെന്നിട്ട് ഭാരതം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായ വീര സവർക്കറെ അവഹേളിച്ചപ്പം അപ്പോഴെങ്കിലും ഈ മനുഷ്യനെ ചെവിക്ക് പിടിച്ച് പുറത്താക്കാൻ വയ്യായിരുന്നു. അതല്ല, ഇനി മറ്റൊരു സന്ദർഭം പറയാം. ഇദ്ദേഹം ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻ കോളേജിൽ പ്രസംഗിക്കാൻ ചെന്ന് കോൺഗ്രസ്സുകാരനായ അജയ് മക്കനെ മുമ്പിലിരുത്തിക്കൊണ്ട് അജയ് മക്കൻ പഠിച്ച ഹൻസ്രാജ് കോളേജിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് അനാവശ്യമായ വിവാദം ഉണ്ടാക്കിയിട്ട് അവസാനം ക്ഷമ പറയാൻ പോലും തയ്യാറായില്ല. പക്ഷേ മാന്യത ഉള്ളത് കൊണ്ട് സെൻറ്റ് സ്റ്റീഫനിലെ അധ്യാപകരും വിദ്യാർത്ഥികളും റാലിയായി ചെന്ന് ഹൻസ്രാജ് കോളേജിൽ ചെന്ന് ക്ഷമ പറയുകയാണ് ചെയ്തത്. പിന്നെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. ഇതേ മണിശങ്കർ അയ്യര് നമ്മുടെ സമാജ്വാദി പാർട്ടിയുടെ നേതാവായിരുന്ന അമർ സിംഗുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷന് ഇന്ന് TG മോഹൻദാസ് മറ്റൊരു ചാനലിൽ പറഞ്ഞ് ഞാൻ കേട്ടു. ഞാനും ഇത് പണ്ട് കേട്ടിട്ടുള്ളതാണ്. ഇന്നാണ് ആധികാരികത വന്നത്. ഒരു പാർട്ടിക്കിടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അമർ സിംഗിനോട് ചെന്നിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളും തമ്മിൽ ഒരു മുഖച്ഛായയുണ്ട്, എൻ്റെ അച്ഛൻ പണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കഴിയുന്നതിന് മുമ്പ് അമർ സിംഗ് ഉണ്ടോണ്ടിരുന്ന കൈ കൊണ്ടെടുത്ത് മൂക്കിന് ഒറ്റ ഇടിയായിരുന്നു. മൂക്കിനിടി കൊണ്ട് ചതഞ്ഞ മൂക്കുമായിട്ട് ഇറങ്ങിപ്പോയ മണിശങ്കർ അയ്യര് നാണമുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ കൂടെ കൊണ്ട് നടക്കൂ. ഇനിയും ഞാൻ പറയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ നരേന്ദ്രമോദി എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനെ ജാതി പറഞ്ഞ് നീചജാതി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചപ്പം, അതുപോലെ ചായക്കടക്കാരൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചപ്പം ഇങ്ങനെ തുടരെയായിട്ട് പറയരുതാത്തത് പറയുകയും ചെയ്യരുതാത്ത ചെയ്യുകയും ചെയ്യുന്ന ഈ മണിശങ്കർ അയ്യരെ പിടിച്ചു കെട്ടാൻ എന്തുകൊണ്ട് കോൺഗ്രസ് അന്നൊന്നും തയ്യാറായില്ല? കഴിഞ്ഞില്ല. ഇനിയുണ്ട് മണിശങ്കരയുടെ വീരകൃത്യങ്ങൾ വേറെയും പറയാനുള്ളതുണ്ട്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം. ഏറ്റവും പ്രധാനമായി കോൺഗ്രസ്സിന് ഇതിനൊക്കെ ശേഷം ചെയ്തൊരു സഹായമുണ്ട്. ഈ കഴിഞ്ഞതിന് മുമ്പിലത്തിലെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ മണിശങ്കർ അയ്യര് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറും ഡോക്ടർ മൻമോഹൻ സിംഗും അതുപോലെ ചില ആളുകളുടെ കൂടി ഒരു മീറ്റിംഗ് നടത്തി. മണിശങ്കരുടെ അയ്യരുടെ വസതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു, അതോ ഇനിയും ഹൈക്കമ്മീഷണറുടെ വസതിയിലാണെന്ന് എനിക്ക് ഉറപ്പില്ല. ഏതായാലും മീറ്റിംഗ് നടന്നു. അവിടെ വെച്ച് പറഞ്ഞെന്താണെന്നറിയുമോ? നിങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യം മറന്നേക്ക്, ആ വോട്ട് നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റാണ്. അതുകൊണ്ട് മുസ്ലിം അനുകൂലമോ പാകിസ്ഥാൻ അനുകൂലമായി പറഞ്ഞിട്ട് ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടുന്നുണ്ട, അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചോളാൻ പറഞ്ഞു. അന്നാണ് രാഹുൽ ഗാന്ധി ഇടുന്ന ഉടുപ്പിൻ്റെ മുകളിൽ കൂടെ പൂണൂലൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണെന്നും പറഞ്ഞ് നടന്നത്. ഇപ്പം അതെല്ലാം കഴിഞ്ഞു. ഈ സേവനമെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്
ഭരണകൂടങ്ങൾ പറയാറുണ്ട് ഡിപ്ലോമസിയുടെ സെക്കൻഡ് ചാനൽ എന്ന് പറയുന്ന പോലെ സഹായിക്കാൻ സമാന്തര ചാനൽ, പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിന് സഹായിക്കാൻ സമാന്തര ചാനലാണ് മണിശങ്കർ അയ്യർ. അതേ മണിശങ്കർ അയ്യരാണ് പാകിസ്ഥാനിൽ ചെന്ന് അവിടുത്തെ ഭരണകൂടത്തോട് നരേന്ദ്രമോദിയെ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത്. നിങ്ങൾ ഓർക്കണം, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റാനല്ല പറഞ്ഞത്, നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ഒഴിവാക്കാനാണ് പറഞ്ഞത്. ആ വീഡിയോ നിങ്ങൾ കേട്ടു നോക്കണം. അത്രയ്ക്കും അപകടകരമായ നിലപാടുകളെടുക്കുന്ന, രാജ്യദ്രോഹപരമായ നിലപാടുകളെടുക്കുന്ന ആ മണിശങ്കർ അയ്യരെ വീണ്ടും തലവെക്കാൻ അനുവദിക്കാനാണ് ഭാവമെങ്കിൽ അതിന് മറുപടി കിട്ടും. അവിടെ ഒഴിഞ്ഞു മാറി ഇയാളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്നുണ്ടെന്നും ഒരു കഥയില്ല. അതിന് പല കാരണങ്ങൾ വേറെയുമുണ്ട്. പിന്നെ അങ്ങൊരു കാര്യം, ശ്രീ ശുക്കൂർ ഒരു കാര്യം പറഞ്ഞു, ഭാരതത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നേട്ടങ്ങളുടെ ചരിത്രം പറയാൻ, നരേന്ദ്രമോദിയുടെ നേട്ടങ്ങളുടെ ചരിത്രം, അതുകൊണ്ട് നേട്ടം അനുഭവിച്ച ഭാരതത്തിലെ ബഹുകോടി ജനങ്ങൾ അവർ പറയുന്നുണ്ട്. തന്നെയല്ല, മോദിയുടെ എല്ലാ പ്രസംഗങ്ങളിലും ആ പ്രോഗ്രസ് കാർഡ് അക്കമിട്ട് നിരത്തുന്നുണ്ട്. പക്ഷേ ഈ നിരത്തുന്നതിനർത്ഥം നിങ്ങൾ ഉയർത്തുന്ന അടിസ്ഥാനരഹിതമായ നിലപാടുകളെ വർഗീയ പ്രീണനത്തിൻ്റെ, ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ, ദേശവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയ്ക്ക് മറുപടി പറയാതിരുന്നോണമെന്നല്ല, അതിന് മറുപടി ഉണ്ടാവും. അതാണ് കൃത്യമായി തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മുസ്ലിമിൻ്റെ വോട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റാണ്, ഹിന്ദുവിൻ്റെ വോട്ട് നിങ്ങൾ പിടിച്ചാൽ മതി എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇന്ന് INDIA പക്ഷം ചെന്നെത്തിയിരിക്കുന്നത് കൃത്യമായും എങ്ങനെ ഓടിയാലും എങ്ങനെ ചാടിയാലും മോദിയോടൊപ്പം എത്തില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെയല്ലേ വയനാട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഓട്ടം ഓടിയത് റായ്ബറയിലേക്ക്, അമേത്തിയിലേക്ക് പോയില്ല, റായ്ബറയിലേക്ക്. ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ലാത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയില്ലാത്തൊരു പ്രസ്ഥാനം ഈ കോൺഗ്രസ് മാറുന്നത് കാണുമ്പം നമുക്ക് ദുഃഖമുണ്ട്.